പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. കർത്താവായ യേശുക്രിസ്തുവിന് നിങ്ങളോട് വളരെ സ്നേഹമുണ്ട്. അതറിയാമോ നിങ്ങൾക്ക്? ചിലർ പറയും, എന്നോട് ദൈവത്തിന് സ്നേഹവുമില്ല, ചിന്തയുമില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാറുണ്ട്. കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ശുശ്രൂഷയുടെ പാതയിൽ കാണുന്ന ചിലർ എന്നോട് പറയാറുണ്ട്, ദൈവത്തിന് എന്നോട് സ്നേഹമേ ഇല്ല ബ്രദർ. അങ്കിൾ, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിക്കുന്നതൊന്നും ദൈവം തരുന്നേയില്ല. എന്റെ ജീവിതം കണ്ടോ, ഇങ്ങനെ തന്നെയാണെന്ന് ജീവിതത്തെക്കുറിച്ച് മുഷിപ്പോടെ ചിലർ പറയാറുണ്ട്. അത് സത്യമാണോ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചിന്തയില്ല എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഒരു വചനം പറയുന്നു, യെശയ്യാവ് 62-4 യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യഹോവയ്ക്ക് നിങ്ങളോട് പ്രിയമുണ്ട്. കർത്താവ് എത്രയോ സ്ഥലത്ത് സംസാരിക്കുമ്പോഴും, പ്രിയമുള്ളവനെ, നിന്റെ ആത്മാവ് ജീവിക്കുന്നത് പോലെ എല്ലാ സ്ഥലത്തും സുഖത്തോടെ ജീവിക്കാനായി അപേക്ഷിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നെല്ലാം പറയുന്നില്ലേ? അപ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളോട് അവന് പ്രിയവുമുണ്ട്. പക്ഷേ അനേകം ജനങ്ങൾ ദൈവം നമ്മോട് പ്രിയമുള്ളവനാണെന്ന് മനസ്സിലാക്കുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ദൈവത്തെക്കുറിച്ച് തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ താമസിക്കും. ചിലപ്പോൾ നാം പ്രതീക്ഷിക്കുന്ന മറുപടി ദൈവം തന്നില്ല എന്നിരിക്കാം. നാം ആഗ്രഹിച്ച കാര്യം നടക്കാറില്ല. ഉടനെ പറയും, ദൈവത്തിന് എന്നോട് തീരെ ഇഷ്ടമില്ല എന്ന്. എന്നെക്കുറിച്ച് ദൈവത്തിന് ചിന്തയില്ലാത്തതുകൊണ്ടാണ് ദൈവം ഒന്നും ചെയ്യാത്തതെന്ന്. അങ്ങനെയല്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ടില്ലേ? കുരിശിൽ തന്റെ ജീവൻ ബലിയർപ്പിച്ച് നിങ്ങളെ സ്നേഹിച്ച ദൈവത്തിന് നിങ്ങളോട് സ്നേഹമില്ലാതിരിക്കുമോ? നിങ്ങൾക്കേതാണ് നല്ലത്, അത് ദൈവം ചെയ്യും. ചില സമയത്ത് നല്ല കാര്യത്തെ നല്ല നേരത്ത് ചെയ്തു തരും. നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം. ദൈവത്തിന്റെ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മ നടക്കും. ശരിയായ സമയത്ത് ദൈവം തന്റെ സ്നേഹത്തെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കണം. ദൈവം സത്യത്തിൽ നമ്മോട് പ്രിയമുള്ളവനാണെന്ന് വചനം പറയുന്നു. ദൈവം തന്നെ അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് പ്രിയമില്ല എന്ന് പറയുക? അത് തെറ്റായ ചിന്തയും തെറ്റായ വിശ്വാസവുമാണ്. അത് നാം മാറ്റേണ്ടതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം പാപികളായിരിക്കെ യേശു നമുക്ക് വേണ്ടി കുരിശിൽ തന്നെ സ്വയം ബലിയായി കൊടുത്തിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ സ്വയം ഏറ്റെടുത്ത്, എന്റെ മകന് വേണ്ടി, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ മരിക്കാം, എന്റെ രക്തം ചൊരിയുമെന്ന് കുരിശിൽ തന്നെ ബലിയർപ്പിച്ചുവല്ലോ. അത്രയും സ്നേഹമുള്ള ദൈവം നിങ്ങളെ മറക്കുമോ? നിങ്ങളെ ഉപേക്ഷിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എങ്ങനെയാണ് ദൈവം മറന്നു, ഉപേക്ഷിച്ചു എന്ന് പറയുക? ദൈവം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളോട് വളരെ പ്രിയമുള്ളവനാണ്. ആദ്യം അത് വിശ്വസിക്കൂ. അത് വിശ്വസിച്ച്, ദൈവമേ, എന്റെ മേൽ അങ്ങേക്ക് പ്രിയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി കുരിശിൽ അങ്ങയെ ബലിയർപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നല്ലത് ചെയ്യുന്നതിന് സ്തോത്രമെന്ന് സ്തുതിച്ചു നോക്കൂ. നന്മയുള്ള കാര്യങ്ങൾ നടക്കും. നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കുന്നു, പിറുപിറുക്കുന്നു, ദൈവത്തെ കുറ്റം പറയുന്നു. അത് കാരണം ദൈവത്തിന്റെ അനുഗ്രഹം താമസിക്കുന്നു, തടസ്സപ്പെട്ടും പോകുന്നു. ഇന്ന് ദൈവത്തോട് പറയൂ, ദൈവമേ, എന്റെ പിറുപിറുപ്പും എന്റെ അവിശ്വാസവും തെറ്റായ കണക്കുകൂട്ടലുകളുമെല്ലാം എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് സത്യമായിട്ടും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പരിപാടി കാണുന്നില്ലേ? ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയില്ലേ? എന്തുകൊണ്ട്? നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്. തളർന്നിരിക്കുന്ന നിങ്ങളോട് സംസാരിക്കുന്നു. ഈ പരിപാടിയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്നല്ലേ അർത്ഥം? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതെ, ദൈവത്തിന് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ എന്നെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ദൈവം എങ്ങനെയാണ് നിങ്ങളെ മറക്കുക? ദൈവത്തിന്റെ സ്നേഹം മാറില്ല. അതുകൊണ്ട്, ദൈവമേ, അങ്ങേക്ക് എന്നോട് പ്രിയമുണ്ട്, ഞാനത് മനസ്സിലാക്കാതെ പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു നോക്കൂ. ആ അനുഗ്രഹത്തെ നിങ്ങൾ കാണും. ഇന്ന് ദൈവത്തെ നോക്കി പറയുമോ, ദൈവമേ, ഞാൻ തെറ്റിദ്ധരിച്ചു, തെറ്റായി മനസ്സിലാക്കി, എന്നോട് ക്ഷമിക്കണമേ. അങ്ങേക്ക് സത്യമായിട്ടും എന്നോട് പ്രിയമുണ്ട്. അങ്ങയുടെ ജീവൻ എനിക്കായി തന്നിരിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു നോക്കൂ. അത്ഭുതങ്ങൾ നടക്കും. പിതാവേ, അങ്ങയുടെ സ്നേഹത്തെ ഞാൻ ശരിയായി മനസ്സിലാക്കിയില്ല, ശരിയായി അറിഞ്ഞില്ല, തെറ്റായി മനസ്സിലാക്കി, ഞാൻ സംശയിച്ചു, എന്നോട് ക്ഷമിക്കണമേ. അങ്ങേക്ക് വാസ്തവത്തിൽ എന്നോട് പ്രിയമുണ്ട്, എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങയുടെ ജീവൻ കുരിശിൽ ത്യജിച്ചിരിക്കുന്നു. എനിക്ക് നന്മയുള്ളതും നല്ലതും തക്ക സമയത്ത് ചെയ്തു തരും. ഞാൻ ആ സ്നേഹത്തെ സംശയിക്കാത്ത വിധത്തിൽ അങ്ങയെ വിശ്വസിക്കുന്നു. ഇന്നെന്നെ സമർപ്പിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ